ഇന്ത്യൻ ഹാജിമാരുടെ ആദ്യ സംഘം മദീനയിലെത്തി. 400 ഹാജിമാരാണ് ആദ്യ സംഘത്തിലുണ്ടായിരുന്നത്. കേന്ദ്ര ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിൽ 2800 ഹാജിമാരും ഇന്ന് മദീനയിലെത്തും. ഹജ്ജ് സീസണിന് തുടക്കം കുറിച്ചുകൊണ്ട് ഹാജിമാരുടെ വരവ് സൗദി അറേബ്യയിലേക്ക് ഇന്ന് ആരംഭിച്ചിരിക്കുകയാണ്. ഇന്ന് ഇന്ത്യയിൽ നിന്ന് 400-ലേറെ ഹാജിമാരാണ് ആദ്യ സംഘത്തിലെത്തിയത്. ഇതടക്കം 10 വിമാനങ്ങളിലായി ഏതാണ്ട് 2800-ഓളം ഹാജിമാരാണ് ഇന്ന് മദീനയിലെത്തുക. സമാനമായ രീതിയിൽ തന്നെ മക്കയിലേക്ക് സ്വകാര്യ ഗ്രൂപ്പിലുള്ള മലയാളി ഹാജിമാർ ഉൾപ്പെടെ ഇന്ന് എത്തിയിട്ടുണ്ട്. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റിക്ക് കീഴിലുള്ള ഹാജിമാർ ഈ മാസം 30-നാണ് സൗദി അറേബ്യയിലേക്ക് എത്തിത്തുടങ്ങുക. ഇപ്പോൾ മദീനയിലെത്തിയ ഹാജിമാർ ഇവിടെ 8 ദിവസം തങ്ങും. അതിനുശേഷമായിരിക്കും മക്കയിലേക്ക് പോവുക. അതായത് മദീനയിലെത്തുന്ന ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് ജിദ്ദ വഴി പോകും. ജിദ്ദ വഴി എത്തുന്ന ഹാജിമാർ ഹജ്ജ് കഴിഞ്ഞ് മദീനയിലെത്തി സന്ദർശനം പൂർത്തിയാക്കിയായിരിക്കും മടങ്ങുക. ഏതായിരുന്നാലും മക്കയും മദീനയും പൂർണ്ണമായും ഇനി ഹജ്ജിന്റെ തിരക്കിലേക്ക് പോവുകയാണ്. പെർമിറ്റ് ഉള്ളവർക്ക് മക്കയിലേക്ക് പ്രവേശിക്കാം, അല്ലാത്തവർക്ക് മക്കയിലേക്ക് പ്രവേശനമുണ്ടാകില്ല. കഴിഞ്ഞ വർഷത്തേതുപോലെ തന്നെ പൂർണ്ണമായും ഹാജിമാർക്ക് വിട്ടു നൽകുകയായിരിക്കും ഇത്തവണയും മക്കയിൽ ചെയ്യുക. ഹജ്ജ് ഉംറ മന്ത്രാലയത്തിന്റെ ഉദ്യോഗസ്ഥരും ഇന്ത്യൻ എംബസി അംബാസഡറും ഒപ്പം തന്നെ കോൺസുൽ ജനറലും ഉൾപ്പെടെ ഹാജിമാരെ സ്വീകരിക്കാനായി ഇന്ന് മദീനയിൽ എത്തിയിരുന്നു. എല്ലാവരും ഊഷ്മളമായ സ്വീകരണമാണ് ആദ്യ സംഘത്തിന് നൽകിയത്. ഇതോടൊപ്പം ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഹാജിമാരും ഇന്നു മുതൽ മദീനയിലേക്കും മക്കയിലേക്കുമായി എത്തിക്കൊണ്ടിരിക്കുകയാണ്. പുതിയൊരു ഹജ്ജ് കാലത്തിന് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. വരും ദിവസങ്ങളിൽ ഹാജിമാരുടെ എണ്ണം ഘട്ടം ഘട്ടമായി വർദ്ധിക്കും. മെയ് അവസാന വാരത്തിലാണ് ഹജ്ജ് കർമ്മങ്ങൾ നടക്കുക. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് കുറച്ചുകൂടി മെച്ചപ്പെട്ട നിലയിലാണ് കാലാവസ്ഥയുള്ളത്. ഓരോ വർഷം ചെല്ലുന്തോറും കൂടുതൽ മെച്ചപ്പെട്ട അവസ്ഥയിലേക്ക്, അതായത് ചൂട് കുറയുന്ന അവസ്ഥയിലേക്ക് കാലാവസ്ഥ എത്തും. എങ്കിലും ഇത്തവണയും ചെറിയ ചൂട് മക്കയിൽ ഇപ്പോൾ തന്നെ അനുഭവപ്പെട്ടു തുടങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള നിർദ്ദേശങ്ങൾ ഹാജിമാർക്ക് നൽകിയിട്ടുമുണ്ട്. മുൻ വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി ചെറിയ കുട്ടികൾക്കും ഏറെ പ്രായമേറിയവർക്കും ഇത്തവണ ഹജ്ജിന് അനുമതിയില്ല. അതുകൊണ്ട് തന്നെ മികച്ച ആരോഗ്യത്തോടു കൂടി എത്തുന്നവർക്ക് മികച്ച ഒരു ഹജ്ജ് കാലമായിരിക്കും ഇത്തവണ ലഭിക്കുക.